ഇങ്ങോട്ട് അവർ കയറി എത്തിയില്ല. വിമലയുണ്ട്, നിങ്ങൾ കുടിച്ചില്ലല്ലോ? മണിക്കുടിച്ച് ഞാൻ കുടിച്ച് കാപ്പി കുടിക്കുന്നത് എടുക്കട്ടെ. എല്ലാരും കിട്ടിയാക്കട്ടെ. വളരെ നല്ലതാണ്. അസ്ഥികൾക്കും അസ്ഥികളുടെ സന്ധികൾക്കും വളരെ നല്ലതാണ്. നമ്മൾ തൊഴുതു മടങ്ങി ഇക്കരെ കൊട്ടിയൂരയിലേക്ക് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മളൊന്നിച്ച് വന്നവരാന്നില്ല. വാദം കോപിക്കുവാൻ പാടില്ല, പിത്തമുണ്ട്, പിത്തം കോപിക്കാൻ പാടില്ല. കഫമുണ്ട്, കഫവും കോപിക്കുവാൻ പാടില്ല. വാദവിട്ട കഫദോഷങ്ങളില്ലാതെ വേണം ഒരു മനുഷ്യൻ. കഫദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശക്തിയുള്ളതാണ് ഈ കളരില്. കൊട്ടിയൂർ ദേവസ്വം വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഭക്തിനിർഭരമായ സ്വാഗതം. ഇതിന്റെ ഗുണവും ശക്തിയും ഒന്ന് സ്നേഹ ചെയ്താൽ തൈലം മണിക്കുന്നില്ലേ? വേദനക്കാരുണ്ടെങ്കിൽ പൂവിനെത്ര മോനെ? വേദന മാറ്റുവാൻ താല്പര്യമുള്ളവർ ഈ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ തൈലം പൂവ് വേണം. കാണിച്ചു കൊടുക്കണോ? ഇഷ്ടമുള്ളത് കാണിച്ചു കൊടുത്തു. 50 രണ്ടെണ്ണം തന്നെ. 50 അതിന് അവിടെ 40 എന്ന് പറയുന്നത് 40 ഉണ്ട്. 50 ചെറുതല്ലേ 40? അത് കളരിലെ ഏതാണ്ട് 21 വർഷം മേലെയായി ഇത് കേരളത്തിൽ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഒരു ലേഡീസ് ക്ഷേത്ര പരിസരത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ലഭിക്കുന്നവർ ഇൻഫർമേഷൻ സെന്ററുമായി ബന്ധപ്പെടുക. ചതവ്, വാദസംബന്ധമായ കരയിൽ, ഭയങ്കരമായിട്ട് വേദനയുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ തൈലം വളരെ നല്ലതാണ്. 100 രണ്ട് പൂവ്. 2 എണ്ണമസ്ക, അഞ്ചനക്കല്ല്, നൈപ്പല്ലൻ സാമ്പ്രാണി, പച്ചക്കർപ്പൂരം, പൈൻമരത്തിന്റെ കറ എന്നീ മേൽമരുന്നുകൾ പാത്രഭാഗമായി ചേർത്ത് അരിച്ച് ദേവതാരത്തിന്റെ കാതൽ കത്തിച്ച് ആവർത്തിച്ചെടുക്കുന്നതാണ് ഈ കളരില്. വേദനയും നീരുമുള്ള ഭാഗത്ത് ഈ തൈലം പുരട്ടി കൈകൊണ്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കും. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാം. ശരീരമാസകലം നീരും വേദനയും ഉണ്ടെങ്കിൽ തൈലം ശരീരം മുഴുവനും തേച്ചു പിടിപ്പിക്കേണ്ടതാണ്. മടങ്ങി ഇക്കരെ കൊട്ടിയൂരേക്ക് പോകാൻ നോക്കലാന്ന്. രാത്രിയിൽ ഉപ്പിട്ട് ചൂടാക്കിയ വെള്ളം കൊണ്ട്